തിരുച്ചെന്തൂരിലെ പ്രധാന പ്രസാദം ഈ പന്നീരിലെ പ്രസാദമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഭസ്മം തീരാതെ ഏത് വിധത്തിലുള്ള രോഗത്തെയും ശമിപ്പിക്കുന്ന ഒരു ദിവ്യ മരുന്നാക് ആണ് അറിയപ്പെടുന്നത്. മുരുകൻ്റെ 12 കരങ്ങൾ പോലെ പന്നീർമര ഇലകളിലും ഈ 12 ഞരമ്പുകളുണ്ട്. മുരുകൻ തൻ്റെ 12 തൃക്കരങ്ങൾ കൊണ്ടും ഈ പ്രസാദത്തെ നമ്മൾക്ക് തരുന്നതായിട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം. ഈ ഇലയെ നമ്മൾ നേരെ വെച്ച് നോക്കിയാൽ ഭഗവാന്റെ വേൽ പോലെയാണ് ഇത് കാണാൻ കഴിയുന്നത്. തിരുച്ചെന്തൂരിൽ ശൂരപത്മാവിനെ പോരിൽ ജയിച്ചതിന് ശേഷം ഭഗവാൻ കടൽക്കരയിൽ വന്ന് നിന്ന സമയത്ത് വേദങ്ങളെല്ലാം ഒന്നുകൂടി ഭഗവാന്റെ പെരുമയെ പാടി സ്തുതിച്ചതായും ഈ വേദങ്ങളെല്ലാം പന്നീർ മരങ്ങളായിട്ട് മാറി എന്നതുമാണ് ഐതിഹ്യം. അതിനാൽ വേദങ്ങളെല്ലാം പന്നീർ മരങ്ങളായി മാറിയതിനാൽ ഈ ഇലകൾക്കും വേദമന്ത്ര ശക്തി ഉണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തിരുച്ചെന്തൂർ പോയാൽ തീർച്ചയായിട്ടും ഈ പ്രസാദം വാങ്ങുക, ഉപയോഗിക്കുക. പൂർവ്വ പുണ്യം ഇരുന്നാൽ മാത്രമാണ് നമ്മൾക്കിത് കൈവശമാകുന്നത്. അപ്പം എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.